നമസ്കാരം. CCTV വാർത്തയിലേക്ക് സ്വാഗതം. സംസ്ഥാനത്ത് മഴയുടെ തീവ്രത കുറഞ്ഞു. കഴിഞ്ഞ ദിവസം മിന്നൽ പ്രളയത്തിൽ വ്യാപക നാശനഷ്ടങ്ങളാണ് ഉണ്ടായത്. മഴക്കെടുതിയിൽ സംസ്ഥാനത്താകെ 8 പേർ മരിച്ചതായും 8 പേരെ കാണാതായെന്നും സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി അറിയിച്ചു. 13 പേരാണ് പരിക്കേറ്റ് ചികിത്സയിലുള്ളത്. 27 വീടുകൾ പൂർണ്ണമായും 196 വീടുകൾ ഭാഗികമായും തകർന്നു. 209 ക്യാമ്പുകളിലായി 5792 പേരെ മാറ്റി പാർപ്പിച്ചെന്നും കണക്കുകൾ പറയുന്നു. അതേസമയം പല ക്യാമ്പുകളിലും അടിസ്ഥാന സൗകര്യങ്ങളില്ലെന്നാണ് ജനങ്ങളുടെ പരാതി. എന്നാൽ വേണ്ടത്ര സംവിധാനം ഒരുക്കിയിട്ടുണ്ടെന്നാണ് പ്രാദേശിക ഭരണകൂടങ്ങളുടെ പ്രതികരണം. മരുന്നുകൾ കൃത്യസമയത്ത് എത്തിച്ചില്ലെന്നും ഉദ്യോഗസ്ഥ ഏകോപനമില്ലെന്നും വകുപ്പുകളുടെ ഏകോപനത്തിന് പ്രത്യേക സംവിധാനം വേണമെന്നും ആവശ്യം ഉയരുന്നുണ്ട്. മഴയ്ക്ക് അല്പം ശമനമായതോടെ വെള്ളക്കെട്ടിലമർന്ന ചാവക്കാട് നഗരത്തിലും പരിസര പ്രദേശങ്ങളിലും വെള്ളം ഇറങ്ങിത്തുടങ്ങി. ശനിയാഴ്ച രാത്രിയോടെ മഴയുടെ ശക്തി കുറഞ്ഞതോടെയാണ് നഗരത്തിലെ വെള്ളക്കെട്ട് ഒഴിഞ്ഞതും ജനജീവിതം സാധാരണ നിലയിലേക്ക് തിരിച്ചെത്തിയതും. ഇന്നലെ രാവിലെ ആരംഭിച്ച കനത്ത മഴയിലാണ് ചാവക്കാട് നഗരവും സമീപ പ്രദേശങ്ങളും പൂർണ്ണമായും വെള്ളത്തിനടിയിലായത്. പഞ്ചാരമുക്ക്, ഏനാമാവ് റോഡ്, ഗുരുവായൂർ കുന്നംകുളം റോഡ്, ദേശീയപാത സർവീസ് റോഡ് എന്നിവിടങ്ങളിൽ പലയിടത്തും വെള്ളം കയറി വാഹന ഗതാഗതം പൂർണ്ണമായി സ്തംഭിച്ചിരുന്നു. വെള്ളക്കെട്ട് രൂക്ഷമായതോടെ മേഖലയിലെ ഗതാഗതവും ദൈനംദിന ജീവിതവും തടസ്സപ്പെട്ടു. പ്രദേശത്തെ നിരവധി വീടുകളിലും വ്യാപാര സ്ഥാപനങ്ങളിലും വെള്ളം കയറി വലിയ നാശനഷ്ടങ്ങളാണ് സംഭവിച്ചത്. എന്നാൽ രാത്രിയോടെ മഴ ശമിച്ചതോടെ വെള്ളം ഒഴുകിപ്പോയി. നിലവിൽ നഗരത്തിലെ ഗതാഗതവും വ്യാപാര സ്ഥാപനങ്ങളുടെ പ്രവർത്തനങ്ങളും പുനഃസ്ഥാപിക്കപ്പെട്ടിട്ടുണ്ട്. പുന്നയൂർകുളം, അണ്ടത്തോട്, പെരിയമ്പലം മേഖലകളിൽ കടൽക്ഷോഭം രൂക്ഷം. ഇവിടങ്ങളിൽ കൂടുതൽ തീരങ്ങൾ കടലെടുത്തു. മഴ കനക്കുന്നതോടെ പ്രദേശവാസികൾ ആശങ്കയിൽ. മഴ കനത്തതോടെ കടൽക്ഷോഭവും രൂക്ഷമായി. കാപ്പിരിക്കാട്, തങ്ങൾപ്പടി, പെരിയമ്പലം, അണ്ടത്തോട്, മന്നലാംകുന്ന് എന്നിവിടങ്ങളിൽ കടൽ കരയിലേക്ക് ആഞ്ഞടിക്കുന്ന അവസ്ഥയാണുള്ളത്. പെരിയമ്പലത്ത് ബീച്ച് റോഡിന്റെ ഒരു ഭാഗം കടലെടുത്തു. സമീപത്തെ ചെമ്മീൻ ഹാച്ചറി പകുതിയോളം കടൽ കയറി. ഇതിന്റെ കോൺക്രീറ്റ് സംഭരണികളും നഴ്സറിയും മതിലും നേരത്തെ കടലെടുത്തിരുന്നു. തങ്ങൾപ്പടി 310 റോഡിലെ സ്വകാര്യ റിസോർട്ടും അപകട ഭീഷണിയിലാണ്. കെട്ടിടം സംരക്ഷിക്കാനായി കഴിഞ്ഞ ദിവസം ഇവിടെ കരിങ്കൽ അടുക്കിയെങ്കിലും അതെല്ലാം കടലിനടിയിലാണ്. ഏതാനും വർഷം മുമ്പ് നിർമ്മിച്ച അണ്ടത്തോട് പെരിയമ്പലം ലിങ്ക് റോഡ് കടലാക്രമണ ഭീഷണിയിലാണ്. ഇതിന് സമീപം വരെ കടൽ എത്തിയിട്ടുണ്ട്. പുന്നയൂർകുളം പഞ്ചായത്ത് പ്രസിഡന്റ് ഹസൻ തളികശ്ശേരി, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് KK ഷിബു തുടങ്ങി ജനപ്രതിനിധികൾ സ്ഥലം സന്ദർശിച്ചു. വടക്കേക്കാട് ജ്വല്ലറിയിലെ കവർച്ചാ ശ്രമം. 2 പേർ പിടിയിൽ. പൊന്നാനി സ്വദേശികളായ സുഹൈൽ, നൌഷാദ് എന്നിവരാണ് പിടിയിലായത്. കഴിഞ്ഞ വ്യാഴാഴ്ച പുലർച്ചെയായിരുന്നു മോഷണ ശ്രമം. പ്രതികൾ ജ്വല്ലറിയുടെ ഭിത്തി തുറന്ന് അകത്ത് കയറിയെങ്കിലും അലാറം മുഴങ്ങിയതോടെ ഓടി രക്ഷപ്പെടുകയായിരുന്നു. CCTV ദൃശ്യങ്ങൾ ഉൾപ്പെടെ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണത്തിലാണ് പ്രതികൾ പിടിയിലായത്. പ്രതികളെ സ്ഥലത്തെത്തിച്ച് തെളിവെടുപ്പ് നടത്തി. ഇനി ഒരാൾ കൂടി പിടിയിലാകാനുണ്ടെന്ന് പോലീസ് അറിയിച്ചു. കുന്നംകുളം നഗരസഭ 16-ാം വാർഡിൽ വീടിന് മുകളിൽ മരം കടപുഴകി വീണുണ്ടായ അപകടത്തിൽ നഗരസഭാ വൈസ് ചെയർമാൻ PG ജയപ്രകാശിന്റെ നേതൃത്വത്തിൽ അതിവേഗ രക്ഷാപ്രവർത്തനം നടത്തി. ഗാന്ധിനഗർ കാണിപ്പയൂർ വീട്ടിൽ പ്രദീപിന്റെ വീടിന് മുകളിലേക്കാണ് രാത്രിയോടെ മരം വീണത്. സംഭവ സമയത്ത് ഡയാലിസിസ് രോഗിയായ പ്രദീപും ഭാര്യയും മാത്രമാണ് വീട്ടിലുണ്ടായിരുന്നത്. വലിയ ശബ്ദത്തോടെ വീടിന് മുകളിൽ മരം പതിച്ചതോടെ കുടുംബം ഭയന്നുപോയെങ്കിലും വൻ അപകടം തലനാരിഴയ്ക്ക് ഒഴിവാകുകയായിരുന്നു. വിവരമറിഞ്ഞ വാർഡ് കൗൺസിലർ അനീന ബാബു ഉടൻ തന്നെ നഗരസഭയുടെ ദുരിത നിവാരണ ക്യാമ്പിലേക്ക് വിവരമറിയിച്ചു. നഗരസഭാ വൈസ് ചെയർമാൻ PG ജയപ്രകാശ് നേരിട്ട് അപകട സ്ഥലത്തേക്കെത്തി രക്ഷാപ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുകയായിരുന്നു. വൈസ് ചെയർമാന്റെ ഇടപെടലിനെ തുടർന്ന് നഗരസഭയിലെ ആരോഗ്യ വിഭാഗം ജീവനക്കാർ സ്ഥലത്തെത്തി രാത്രി തന്നെ വീടിന് മുകളിൽ വീണ മരം മുറിച്ചുമാറ്റി. ദുരന്തമുഖത്ത് വൈസ് ചെയർമാൻ PG ജയപ്രകാശ് നേരിട്ടെത്തി നൽകിയ കൃത്യമായ നിർദ്ദേശങ്ങളാണ് രാത്രി തന്നെ രക്ഷാപ്രവർത്തനം പൂർത്തിയാക്കാൻ സഹായകമായത്. പുന്നയൂർകുളം പഞ്ചായത്ത് മുസ്ലിം ലീഗ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ മർഹൂം പാണക്കാട് സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ അനുസ്മരണ യോഗം നടന്നു. ലീഗ് പുന്നയൂർകുളം പഞ്ചായത്ത് പ്രസിഡന്റ് AK മൊയ്തുണ്ണി അധ്യക്ഷത വഹിച്ചു. CB റഷീദ് മൗലവി പ്രാർത്ഥനയ്ക്ക് നേതൃത്വം നൽകി. മുസ്ലിം ലീഗ് ജില്ലാ വൈസ് പ്രസിഡന്റ് VK മുഹമ്മദ് ഹാജി ഉദ്ഘാടനം ചെയ്തു. കോൺഗ്രസ് നേതാക്കളായ ഷാഹിദ് കൊപ്പര, CU മുസ്തഫ, ലീഗ് പഞ്ചായത്ത് ജോയിന്റ് സെക്രട്ടറി CM ഗഫൂർ, യൂത്ത് ലീഗ് പഞ്ചായത്ത് നേതാക്കളായ അഷ്റഫ് ചോലയിൽ, AK മുക്താർ, യാസർ TV, റൈസ് റഷീദ്, ഗ്ലോബൽ KMCC നേതാവ് VK യാസർ എന്നിവർ അനുസ്മരണ പ്രഭാഷണം നടത്തി. മുസ്ലിം ലീഗ് പുന്നയൂർകുളം പഞ്ചായത്ത് ജനറൽ സെക്രട്ടറി ഹുസൈൻ വലിയകത്ത് സ്വാഗതവും യൂത്ത് ലീഗ് സെക്രട്ടറി TM ഇർഷാദ് നന്ദിയും പറഞ്ഞു.
സിറിൽ മാർ ബസേലിയോസ് മെത്രാപ്പൊലീത്തയുടെ സപ്തതി ആഘോഷങ്ങൾക്ക് പ്രാർത്ഥനാ നിർഭരമായ ചടങ്ങുകളോടെ തുടക്കം. സപ്തതിയുടെ ഭാഗമായി വിപുലമായ പരിപാടികളാണ് ഒരുക്കിയിരിക്കുന്നത്. മലബാർ സ്വതന്ത്ര സുറിയാനി സഭയുടെ പരമാധ്യക്ഷൻ സിറിൽ മാർ ബസേലിയോസ് മെത്രാപ്പൊലീത്തയുടെ സപ്തതി ആഘോഷങ്ങൾക്ക് തൊഴിയൂർ ഭദ്രാസന അരമനയിൽ വിപുലമായ പരിപാടികളോടെ തുടക്കമായി. ജന്മദിനത്തോടനുബന്ധിച്ച് മെത്രാപ്പൊലീത്ത വിശുദ്ധ കുർബാന അർപ്പിച്ചു. തുടർന്ന് ജന്മദിന സ്തോത്ര പ്രാർത്ഥനയ്ക്ക് ശേഷം തൊഴിയൂർ ഭദ്രാസന കൗൺസിൽ ഹാളിൽ നടന്ന ജന്മദിനാഘോഷത്തിൽ തിരുമേനി സഭയിലെ വൈദികരോടും സഭാ ഭാരവാഹികളോടുമൊപ്പം കേക്ക് മുറിച്ച് മധുരം പങ്കുവച്ചു. സഭയുടെ വിവിധ ഇടവകകളിൽ നിന്നെത്തിയ ഇടവകാംഗങ്ങളും സഭാവക വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെ അധ്യാപകരും സഭയുടെ വിവിധ ഭക്തസംഘടനാ പ്രവർത്തകരും മധുരം പങ്കിട്ടു. തിരുമേനിക്ക് ഉപഹാരങ്ങൾ സമർപ്പിക്കുകയും ചെയ്തു. സപ്തതി ആഘോഷത്തിന്റെ ഭാഗമായി ഡയാലിസിസ് രോഗികൾക്കു വേണ്ടി സഭ നടത്തുന്ന ധനസഹായ പദ്ധതിയായ തൈബൂസ പദ്ധതിയുടെ വിതരണ ഉദ്ഘാടനം മെത്രാപ്പൊലീത്ത നിർവഹിച്ചു. സിറിൽ മാർ ബസേലിയോസ് മെത്രാപ്പൊലീത്തയുടെ സപ്തതി, എപ്പിസ്കോപ്പൽ രജത ജൂബിലി, പൗരോഹിത്യ സുവർണ ജൂബിലി എന്നിവയുടെ സംയുക്താഘോഷം ആഗസ്റ്റ് 29-ന് കുന്നംകുളം ടൗൺ ഹാളിൽ വിപുലമായി നടത്തുമെന്നും സഭാ ഭാരവാഹികൾ അറിയിച്ചു. വൈദിക ട്രസ്റ്റി ഫാദർ തോമസ് കുര്യൻ, അൽമായ ട്രസ്റ്റി ഗീവർ മണി, സഭാ സെക്രട്ടറി ബിനോയ് മാത്യു എന്നിവർ ആഘോഷ പരിപാടികൾക്ക് നേതൃത്വം നൽകി. ദിവ്യകാരുണ്യത്തിന്റെ അപ്പസ്തോലനായ വിശുദ്ധ പീറ്റർ ജൂലിയൻ എയ്മാഡിന്റെ തിരുശേഷിപ്പ് സൂക്ഷിച്ചിട്ടുള്ള കേരളത്തിലെ ഏക ദൈവാലയമായ മരത്തങ്കോട് മേരിമാതാ പള്ളിയിലെ വിശുദ്ധന്റെ ഊട്ടുതിരുനാളിന് തുടക്കം കുറിച്ചുകൊണ്ട് കൊടിയേറ്റം നടത്തി. തൃശൂർ അതിരൂപത വികാരി ജനറൽ മോൺസിഞ്ഞോർ ജോസ് കോന്നിക്കര കൊടിയേറ്റം നിർവഹിച്ചു. ഇടവക വികാരി ഫാദർ ജോഫി ചിറ്റ്ലപ്പള്ളി കാർമ്മികനായി. ജൂലൈ 31 മുതൽ ലതീഞ്ഞും നൊവേനയോടുകൂടി നവനാൾ തിരുകർമ്മങ്ങൾ ആരംഭിച്ചു. കൈക്കാരന്മാരായ ഡോക്ടർ ജോൺസൺ ആളൂർ, തോമസ് ചക്രമാക്കിൽ, ഊട്ടുതിരുനാൾ കമ്മിറ്റി ഭാരവാഹികളായ രഞ്ജി മണ്ടുബാൽ, ജെയിംസ് വടക്കൻ, റോയ് അക്കര, സാലി വിൻസെന്റ്, MP സിജോ, റോബി അക്കര, ജോസ് CV, സുരേഷ് താണിക്കൽ, അഭിനവ് KJ എന്നിവർ കൊടിയേറ്റ ചടങ്ങിന് നേതൃത്വം നൽകി. ഊട്ടുതിരുനാൾ ആഗസ്റ്റ് 8, 9 ശനി ഞായർ തീയതികളിലായി ഭക്തിസാന്ദ്രമായി ആചരിക്കും. തിരുനാൾ ദിനമായ 9-ന് രാവിലെ 10 മണിക്ക് നടക്കുന്ന ആഘോഷപൂർവമായ തിരുനാൾ കുർബാന ഫാദർ ടോണി കാക്കശ്ശേരി മുഖ്യ കാർമ്മികത്വം വഹിക്കും. തുടർന്ന് പ്രസുതേന്തി വാഴ്ച, ദിവ്യകാരുണ്യ പ്രദക്ഷിണം, രോഗശാന്തി ശുശ്രൂഷ, സമൂഹ ഊട്ടുനേർച്ച എന്നിവ ഉണ്ടായിരിക്കും. മരത്തങ്കോട് മേരിമാതാ പള്ളിക്ക് വേണ്ടി പ്രശസ്ത ഗാനരചയിതാവ് ജോൺ കല്ലന്താനി രചിച്ച വിശുദ്ധന്റെ ജീവചരിത്രം ഉൾക്കൊള്ളുന്ന ആദ്യ യൂട്യൂബ് ഗാനം ഇതിനകം തന്നെ ശ്രദ്ധേയമാണ്. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.